ഔഷധം മൂലം മരണം വരെ സംഭവിക്കുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. ശ്വാസകോശം, മൂത്രാശയം, ത്വക്ക്, മോണ തുടങ്ങി നിരവധി ഭാഗങ്ങളിലെ അണുബാധ ചികിത്സിക്കാൻ പ്രയോജനപ്രദവും ചെലവ് കുറഞ്ഞതുമായ ഔഷധമാണ് ഗാറ്റിഫ്ലോക്സാസിൻ. ക്വിനിലോക്സ് വിഭാഗത്തിൽപ്പെടുന്ന ബ്രോഡ് സ്പെക്ട്ര ആൻറ്റിബയോട്ടിക്കാണിത്. ഗാറ്റിഫ്ലോക്സാസിൻ പ്രമേഹ രോഗികൾക്ക്, പ്രത്യേകിച്ച് പ്രായമായവർക്ക് നൽകുമ്പോൾ രക്തത്തിലെ പഞ്ചസാര തീരെ കുറഞ്ഞു പോകുകയോ വളരെ കൂടിപ്പോകുന്നതോ ആയി കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഔഷധത്തിൻ്റെ പാർശ്വഫലത്താൽ ഡോക്ടറോ രോഗിയോ അറിയാതെ മരണങ്ങൾ വരെ സംഭവിച്ചതായാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. അമേരിക്കയിൽ ടെക്കിൻ എന്ന പേരിൽ ഗാറ്റിഫ്ലോക്സാസിൻ ഉൽപ്പാദിപ്പിച്ചിരുന്ന ബ്രിസ്റ്റോൾ മയേഴ്സ് സ്ക്വിബ് കമ്പനി മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പ്രമേഹ രോഗികളിൽ ഈ ഔഷധം നിരോധിച്ചത്. ഭാരതത്തിൽ നിരോധിച്ചിട്ടില്ലെങ്കിലും ഈ ഔഷധം മൂലം അപകടങ്ങൾ ഉണ്ടാവുന്നില്ലെന്ന് കരുതാനാവില്ല. ഇത് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നില്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതും തെറ്റാണ്. കാരണം നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ തന്നെ 3ഓളം രോഗികളിൽ ഇത് സംഭവിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജപ്പാനിൽ ഈ ഔഷധം 3 വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രമേഹ രോഗികളിൽ നിരോധിച്ചതായിരുന്നു. അമേരിക്കയിൽ നിരോധിക്കും മുമ്പ് തന്നെ ഈ ഔഷധത്തിന്റെ അപകടം തിരിച്ചറിഞ്ഞതായി ഡയാബ് സ്ക്രീൻ കേരളയുടെ സെക്രട്ടറി ഡോക്ടർ ഷബീർ എ റഷീദ് അറിയിച്ചു. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ഈ മരുന്ന് ഞങ്ങളുടെ രോഗികൾ കൊടുക്കുന്നത് പൂർണ്ണമായി ഒഴിവാക്കിയിരുന്നു. ഇത്തരം ഒരു പ്രതിഭാസം ഞങ്ങൾ അതിന് വളരെ മുമ്പ് തന്നെ കണ്ടുപിടിച്ചത് കാരണം ഞങ്ങൾ ഗാറ്റിഫ്ലോക്സിൻ എന്ന മരുന്ന് ഈ പ്രമേഹ രോഗികൾ പൂർണ്ണമായി ഞങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞു. വിദേശത്ത് നിരോധിച്ചിട്ടും ഈ ആന്റിബയോട്ടിക് ഭാരതത്തിൽ നിരോധിക്കാത്തത് ഔഷധ കമ്പനികളുടെ സമ്മർദ്ദം മൂലമാണെന്ന് ആരോപണമുണ്ട്. മാരകമായ പാർശ്വഫലങ്ങളുള്ള ഗാറ്റിഫ്ലോക്സാസിൻ നിരോധിക്കാൻ സർക്കാർ മുൻകൈയെടുത്ത് വിജ്ഞാപനം ഇറക്കിയില്ലെങ്കിൽ ദുരന്തങ്ങൾ ആവർത്തിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ബി രാജേഷ്, സൂര്യ ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.